ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ല. വേറെ ഒന്നുമല്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇടാഞ്ഞത്. അപ്പോൾ ഇപ്പം ഞാൻ ഒരുങ്ങി ഇത് ഏലിക്കുട്ടിയമ്മയുണ്ട്. ഏലിക്കുട്ടിയമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ പോവാണ്. അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് വിട്ട് ഇടയ്ക്കിടയ്ക്ക് പനിയുണ്ട്. അപ്പോൾ പനിയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, മരുന്നൊക്കെ വാങ്ങിയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറൽ ഇൻഫെക്ഷൻ ആയിരുന്നു അമ്മച്ചിക്ക്. അപ്പോൾ അത് കുറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് ഇന്ന് ഇവിടെ ഭയങ്കര ഇന്നലെ തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മുഴ പോലെ വന്നിട്ട് ഇവിടെ ഭയങ്കര വേദനയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ലിജിമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മേശിനെ. അപ്പോൾ ആ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ ലിജിമോൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ നമുക്കിന്ന് മേടിക്കണം. കാരണം നമ്മൾ സാധാരണ ബർത്ത്ഡേക്ക് മുന്നെയാണ് ഗിഫ്റ്റൊക്കെ വാങ്ങുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് ശേഷമാണ് വാങ്ങുന്നത്. കാരണം വേറൊന്നുമല്ല, എൻ്റെ സാലറി വരാനൊക്കെ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ മേടിക്കാനും ലേറ്റ് ആകുന്നത്. അപ്പോൾ എന്തായാലും മേടിച്ച് വെക്കാം. അവർ ചിലപ്പോൾ 1-ാം തീയതിയേക്ക് വരാമെന്ന് പറഞ്ഞു. കാരണം വണ്ടി കംപ്ലൈൻ്റ് ആണ്. അതുപോലെ വേറെ ആരുടെയോ വണ്ടി എടുത്തിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ വരുമ്പോൾ ലിജിമോൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അയച്ചു കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അമ്മയും കുഞ്ഞും ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം കുഞ്ഞാവനെ കാണിക്കണമെന്നൊക്കെ ചോദിച്ചാൽ ഞാനൊരു വീഡിയോ ഇട്ട് ഒരാൾ കമൻറ്റ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കാര്യമൊന്നും ഇനി മുന്നും പറയുന്നില്ല, അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വന്ന കുറേ കമൻസുകൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം കുറേ പേര്, എല്ലാവർക്കും ബേബീനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എങ്കിൽ പോലും നമ്മുടെ വാക്കിനെ, നമ്മുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഇഷ്ടത്തിന് കുഞ്ഞാവെ കാണിച്ചാൽ മതി, ഇത്ര നാൾ കഴിഞ്ഞ് കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു നിങ്ങളുടെ താല്പര്യത്തെ മാനിച്ചുകൊണ്ട് ഞാൻ എന്തായാലും കുഞ്ഞാവനെ കാണിക്കാം. അവളിപ്പോൾ ഓക്കെ ആയിട്ട് വന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ രണ്ടുപേരും ഉള്ളിൽ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. 3:20-നാണ് ബസ്. അപ്പോൾ എന്താണ് കാര്യങ്ങളെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ നമ്മളൊരു കാര്യം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യത്തിലേക്കാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് നല്ല പെയിനും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ആൾ മിണ്ടാണ്ട് ഇങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് കാര്യം എന്നുള്ളത്. പിന്നെ അമ്മച്ചി അത് കഴിഞ്ഞിട്ട് കുർലാസിറ്റി വീട്ടിലേക്ക് പോവേ. കുർലാസിറ്റി വീട്ടിൽ നമ്മുടെ ചാച്ചിയമ്മ അവിടെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചാച്ചിയമ്മ തന്നെ ഉള്ളതുകൊണ്ട് ഏലിക്കുട്ടിയമ്മ അങ്ങ് പോവും. അവിടെ നിന്ന് ആങ്ങളെയൊക്കെയാണ് ചാച്ചിയമ്മയുടെ അടുത്തുള്ളത്. അപ്പോൾ അവർ എന്തോ മരുന്ന് വാങ്ങാൻ പോയതുകൊണ്ട് അമ്മച്ചി പോവും കേട്ടോ. അപ്പോൾ എന്തായാലും മരുന്ന് മേടിച്ചിട്ട് നമുക്ക് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ട് പോരാം. അന്നങ്ങ് ഇരുന്ന് കേട്ടോ സിറ്റിയിൽ. ഞാൻ പുതിയൊരു ലിപ് ഗ്ലോ മേടിച്ചേ, അതെങ്ങനെയുണ്ടെന്ന് പറയണേ. ലിപ് ഗ്ലോ അമ്മ അങ്ങ് ക്ഷീണിച്ച്, അമ്മയ്ക്ക് വയ്യ കേട്ടോ തീരെ. പനിക്കുന്നില്ല, അങ്ങനെ നല്ല ക്ഷീണം. തിരിക്കാനുള്ള അല്ലെന്ന് ഓർത്തിട്ടാണ് അവന്മാരെ ഓടുന്നത് കേട്ടോ ബംഗാളികൾ. തിരിച്ചു വരുമെന്ന്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിച്ചെന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. എനിക്കെന്തോ ഭയങ്കരമായിട്ടും ചില വിഷമങ്ങളൊക്കെ മനസ്സിലിങ്ങനെ വരാണേ. നമ്മൾ വന്നിറങ്ങിയ ബസ്സാണ് കേട്ടോ ആ പോകുന്നത്. അതൊരു അടിമാലിക്കാണ് പോകുന്നത്. ഇനി നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ്, പുതിയ ഹോസ്പിറ്റലിൽ. നമ്മുടെ കുഞ്ഞാവനൊക്കെ അവിടെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പം അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. പക്ഷേ സ്കാനിങ് പോലെയുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. സർജന്, ഗൈനക്ക്, അതുപോലെ പീഡിയാട്രീഷ്യനൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ ജനറൽ ഡോക്ടറും ഉണ്ട്. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന സർജനെയാണ് കേട്ടോ. ഡോക്ടറെ കണ്ടിറങ്ങിയിട്ട് ഓരോ ചായ കുടിച്ചു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട്. അപ്പോൾ ഞാനും അമ്മച്ചിയും കൂടെ നടക്കുന്നത് ഫ്രൂട്ട്സ് മേടിക്കാൻ പോകാം കേട്ടോ. കുറേ കടയൊക്കെ ഫ്രൂട്ട്സ് കട കണ്ടു. നമുക്ക് പപ്പായയാണ് വേണ്ടത്, അതുകൊണ്ട് പപ്പായ നോക്കിപ്പോയതാണ്. എവിടെയും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. എൻ്റെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കടയിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് കേട്ടോ.
രാജാക്കാട് സിറ്റി കൂടെ നടക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗമാണ് സ്കൂൾ കാലഘട്ടം. അപ്പോൾ അത് ഓർമ്മ വരും കേട്ടോ. ഞാനും എൻ്റെ കൂട്ടുകാരെല്ലാവരും സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തേരാപ്പാരയൊക്കെ നടന്ന് അവിടെ കടയിൽ കയറി ഇവിടെ കടയിൽ കയറി മിഠായി മേടിച്ച് അത് മേടിച്ച് അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെയാണ് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു കാലമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അനുമോളെയും സുജുവിനെയും പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഇനി ആ കാലമൊക്കെ തിരിച്ചു വരുമോ? ഒരിക്കലും ഇല്ല. അതൊക്കെ നല്ല നല്ല ഓർമ്മകൾ മാത്രമാണ്. ഒരു അര വെച്ചിട്ട് ഓറഞ്ച് മുന്തിരി എടുക്കണം. എടുത്ത് അത് എടുത്തിട്ട് ഏതാ വേണ്ടേ? ഏതിലും എടുത്തു നോക്കിയിട്ടിട്. അത് മതി. അയ്യോ ആപ്പിൾ വേണം. ഓറഞ്ച് രണ്ടാക്കണം. അര വെച്ചിട്ടേ. അരയോ കുഴപ്പമില്ല. മുന്തിരി കാണുന്നു. ഒരു കിലോ കാണാം. ഒരു പൈസ തരാം. എത്ര മുന്തിരിക്ക് എത്രയാ? മുന്തിരി 240. മതിയോ? ഇത് ഒരുമിച്ചാക്കിയാൽ മതിയോ? ഓറഞ്ച് രണ്ടാക്കാം. വേറെ അത് മതി. തേനുണ്ടോ? ഒരു തേന് കൊടുക്കാം. വലിയ പാക്കിന് എത്രയാ? അതിനെത്രയാ? ഇത് 370. അത് തന്നെ. പിന്നെ എത്ര എണ്ണം വരും ചേച്ചി അതിനകത്ത്? ഇതൊക്കെ ഞാനും വരും. അവിടെ വരെ വണ്ടി വിളിച്ച് അങ്ങോട്ടല്ലേ പോകുന്നത്. ഇങ്ങോട്ട് വാ. ആ എന്താ മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ. അമ്മേനെ വണ്ടി കയറ്റി വിട്ടപ്പോൾ അങ്ങനെ ഞാനും ഒരു ഓട്ടോ വിളിച്ചത് വീട്ടിലേക്ക് പോവുകയാണേ. ലിതിമോളും കൊച്ചും തന്നെയല്ലേ ഉള്ളൂ. അപ്പം വേറെ ബസ് നോക്കി നിൽക്കണ്ടെന്ന് വിചാരിച്ചു. 6:45 ഉള്ളൂ ബസ്. 5 മണിയായിട്ടുള്ളൂ. അതുകൊണ്ട് ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഹായ്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ചായയൊക്കെ കുടിച്ച് ലിതിമോക്കും ചായയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മയങ്ങി.
എന്നിട്ട് എണീറ്റിട്ട് കുറച്ച് നേരം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്താണ് ഹോസ്പിറ്റലിൽ പോയിട്ട് പറഞ്ഞത് ഡോക്ടർ എന്നൊക്കെ നിങ്ങൾക്കും അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കുമല്ലോ. അപ്പോൾ കാര്യം പറയാം, എന്താ പറഞ്ഞതെന്നുള്ളത്. അമ്മച്ചിക്ക് ഒരു 5-6 വർഷം മുന്നേ മുതൽ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അമ്മ തൈറോയിഡിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ഹോമിയാണ് കഴിച്ചത്. ഒരു 2-3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു. പിന്നെ MNG എന്ന് പറഞ്ഞ ഒരു കുത്തി പരിശോധിക്കുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കാൻ ചെയ്തു. അതുപോലെ 3 മുഴ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. 2 വലുതും 1 ചെറുതും. അങ്ങനെ 3 ഇപ്പം മരുന്ന് കഴിച്ചാൽ മതി, മാറിക്കോളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഹോമിയോയിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മ മരുന്ന് കഴിച്ചു. അമ്മയ്ക്ക് പുറമേ ഉള്ളതൊക്കെ അങ്ങ് മാറി, ബുദ്ധിമുട്ടുകളൊക്കെ മാറി. ഇപ്പം അമ്മ വിചാരിച്ചു അത് മാറിയിട്ടുണ്ടാവുമെന്ന്. പിന്നെ നിജിമോളുടെ കാര്യത്തിൽ ഹോസ്പിറ്റൽ കേസായി, ചാച്ചായനെയും കൊണ്ട് ഹോസ്പിറ്റലായി. അതൊക്കെ വന്നപ്പോഴത്തേക്ക് അമ്മയാണെങ്കിലും അത് മറന്നു. പിന്നെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അമ്മയെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ. പിന്നെ പൊതുവേ നമ്മുടെ അമ്മമാർ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ത് അസുഖം വന്നാലും അവരത് വെച്ചുകൊണ്ടിരിക്കും. അവരോട് എത്ര ആശുപത്രി പോയി, ഞാൻ ഇന്നാണേലും എന്നും ഞാൻ പറയുന്നതല്ലേ, അമ്മയോട് ഒരു ആശുപത്രി പോകുന്ന കാര്യം പറയുമ്പോഴും വഴക്കിട്ടിട്ടാണ് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഈ പൈസ ഇല്ലല്ലോ, എന്നാ ചെയ്യുന്നത്, പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ പൈസയല്ല, നമുക്ക് പൈസ എങ്ങനെയും നമുക്ക് ഉണ്ടാവും. ഇപ്പം അത് ഓർത്ത് നമ്മുടെ ശരീരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം മാറ്റണം. എന്നാൽ ഹോസ്പിറ്റലിൽ ആദ്യമേ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യമാണെങ്കിൽ മുള്ളാലെടുക്കേണ്ട കാര്യമാണെങ്കിൽ മുള്ളാലെടുത്താൽ മതി. അല്ല ഇത് ഭീകരമായി കഴിഞ്ഞത് പിന്നെ തൂമ്പയും കൊണ്ട് എടുക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് പറഞ്ഞു അമ്മേ എന്നാലും ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിച്ച് ഞാനും ലിതിമോളും കുറേ ആയിട്ട് നിർബന്ധിക്കുന്ന ആശുപത്രിയിൽ പോയി. കഴിഞ്ഞ ആഴ്ചയാണേലും അമ്മയ്ക്ക് പനി ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് വേറെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുള്ളൂ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത് മോശമാണെന്നല്ല, പക്ഷേ ഗവൺമെൻറ് ആശുപത്രി പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് ടെസ്റ്റൊക്കെ, ഇപ്പം എന്തെങ്കിലും ക്ഷീണം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാമല്ലോ എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മയെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ലിതിമോള് നിർബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് ആശുപത്രി പോയത്. അങ്ങനെ ആശുപത്രി പോയിട്ട് സർജനെയാണ് കണ്ടത്. സർജനെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് തൈറോയിഡിൻ്റെ ആണ്. കാരണം ഇവിടെ അമ്മയ്ക്ക് പിന്നെ അതുപോലെ തന്നെ മുഴ ഇതായിട്ട് വരുന്നുണ്ട്. അമ്മയ്ക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടില്ല. പക്ഷെ അന്ന് അമ്മയ്ക്ക് ഇങ്ങനെ വന്നപ്പോൾ നല്ലപോലെ ബ്രീത്ത് ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ നന്നായിട്ട് പനിക്കുന്ന പോലെ രാത്രിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല ചൂട് ശരീരത്തിൽ പനിക്കുന്ന പോലുള്ള ചൂട്, ക്ഷീണം, എപ്പോഴും ഉറങ്ങണം എന്നുള്ള ചിന്ത അതൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് അങ്ങ് മാറി വന്നതാണ്. പിന്നെ അത് മുഴയാവുമ്പം മാറുകയില്ല, പൂർണ്ണമായിട്ട് മാറുകയില്ല. ബ്ലഡിലൊക്കെ ആണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് മാറാം. പക്ഷെ മുഴ എന്ന് പറയുന്ന കാര്യം അങ്ങനെ മാറാൻ ചാൻസ് ഇല്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ നാളെ തന്നെ ചെയ്യാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ അമ്മേനെ നിർബന്ധിച്ച് നാളെ തന്നെ പോയി ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അതുപോലെ തൈറോയ്ഡ് ചെക്ക് ചെയ്യണം, സ്കാൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്കാൻ ചെയ്യാനുള്ള, അതാണ് മെയിനായിട്ട് ഞാൻ പറയാൻ വന്നത്. സ്കാൻ ചെയ്യാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ രാജക്കാട് നമ്മൾ താമസിക്കുന്ന പരിസരത്ത് എവിടെയും സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ അടിമാലി പോകേണ്ടി വരും. കഴിഞ്ഞൊരു വീഡിയോ ചോദിച്ചു, ഇടുക്കിക്കാരും ജീവിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. വേറൊന്നുമല്ല, നമ്മളുടെ ഒരു അനുഭവമാണ് നമ്മൾ ശരിക്കും പങ്കുവെക്കുന്നത്. ഇടുക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ താമസിച്ചാലും നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാമാണ്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെ പോലെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്നും ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും അലർജി വരത്തില്ലേ? ഇപ്പോൾ ഒരു ബീഫ് കഴിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ അലർജി വരുന്ന പോലെ എനിക്ക് എൻ്റെ ലിജിമോക്കൊക്കെ ആണെങ്കിൽ തണുപ്പെന്ന് പറയുമ്പോൾ അത് പണ്ട് മുതലേ അങ്ങനെയാണ്. നമ്മൾ ജനിച്ച് വളർന്ന എവിടെയെങ്കിൽ പോലും പണ്ട് മുതലേ എൻ്റെ അച്ഛനും അങ്ങനെയാണ്. തണുപ്പ് ഒട്ടും പറ്റത്തില്ല. തണുപ്പായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ചെസ്റ്റ് പെയിനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവും. പെട്ടെന്ന് പനി വരുന്നതും ജലദോഷം വരുന്നതൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അത് പണ്ട് കുഞ്ഞിരു മുതലേ ഞങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പോൾ ഞാനാണെങ്കിലും കുറേ നാളൊക്കെ എറണാകുളത്ത് പോയി നിന്നും കൊല്ലത്തും അവിടെ ഇവിടെയൊക്കെ നിന്ന് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ബോഡിക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരിക്കലും നമ്മുടെ ഇടുക്കി നമുക്ക് ഒരിക്കലും മോശമാണെന്ന് ഒരിക്കലും ഞങ്ങൾ പറയില്ല. അത് മരിച്ചാലും ഞങ്ങളത് പറയില്ല.
അത്ര നല്ല സ്ഥലമാണ് ഇടുക്കി. പക്ഷേ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞില്ലേ, സ്കാൻ ചെയ്യാനാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ അടുത്ത് പെട്ടെന്നൊന്ന് പോയി സ്കാൻ ചെയ്യണമെന്ന് വിചാരിച്ചാലും നമുക്ക് 2.5 മണിക്കൂർ എടുത്ത് അടിമാലി പോയാൽ മാത്രമേ സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഫെസിലിറ്റി ഇവിടെ വളരെ കുറവാണെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് അമ്മച്ചിയുടെ അസുഖത്തെക്കുറിച്ചാണ്. അമ്മച്ചിക്ക് MNG എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം. ഇതിപ്പോൾ നാളെ പോയിട്ട് തൈറോയ്ഡ് ചെക്ക് ചെയ്യണം, സ്കാൻ ചെയ്യണം. അത് രണ്ടും കൂടെ ചെയ്ത് ഡോക്ടറെ കാണിച്ചിട്ട് അപ്പോഴാണ് ഡോക്ടർ മെഡിസിൻ തരത്തുള്ളൂ. ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് വിട്ടതേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ട് എന്തായാലും ഇത് കുത്തി പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. കലൂര് ക്യാൻസർ സെൻറ്ററിൽ പോയിട്ടാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അപ്പോൾ അതും ചെയ്യണം. അപ്പം അതുകൊണ്ട് അതൊക്കെ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ടും അമ്മയ്ക്കാണേലും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. എന്നാലും മാറി നിന്നല്ലേ. തൈറോയ്ഡ് അങ്ങനെ മാറുകയില്ല കേട്ടോ. അത് ശരിക്കും മാറുകയില്ല. എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തൈറോയ്ഡ് അങ്ങനെ മാറുകയില്ല. അപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സങ്കടമായി, ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. ഒന്ന് മാറി പ്രശ്നങ്ങൾ വരുവാണല്ലോ ദൈവമേ എന്ന് ഓർത്തിട്ട്. പക്ഷെ എല്ലാം നമ്മൾ തരണം ചെയ്യും. അല്ലാതെ നമ്മൾ വിചാരിക്കും നമുക്കാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയും നമുക്കാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, നമ്മളെക്കാൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം എന്തായാലും ആരോഗ്യമുള്ള ശരീരമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. അതിന് ശേഷമാണ് ബാക്കി എല്ലാം നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചിക്കും ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്കാരി പുറമേ കാണിക്കുന്നൊന്നുമില്ല. എന്നിട്ട് ഇന്ന് എൻ്റെ അടുത്ത് പറയുന്നത് എന്താ, സ്കാൻ ചെയ്യാനായിട്ട് വേണ്ട, നമുക്ക് ചെയ്യേണ്ട, പൈസ ഇല്ലല്ലോ, ഈസ്റ്ററും പെസഹയൊക്കെ വരുമല്ലേ, അപ്പോൾ പൈസ അങ്ങനെ കളയണ്ട. അതാണ് ഞാൻ പറഞ്ഞു, അമ്മയ്ക്കിപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ്. നമുക്ക് നമ്മുടെ ആരോഗ്യം കഴിഞ്ഞിട്ടുള്ള ഏത് ആഘോഷം, ഏതാണേലും. അപ്പോൾ അതുകൊണ്ട് നാളെ തന്നെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞു. നല്ല ചീത്ത ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ എന്നാൽ നാളെ പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളിക്കാരി നാളെ രാവിലെ തന്നെ അവിടുന്ന് രാജക്കാടിന് വരും. ഫാസ്റ്റിങ്ങിലാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വരും. ഞാനപ്പോൾ രാവിലെ ഇവിടുത്തെ പണിയൊക്കെ തീർത്ത് ലിമൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് രാവിലെ തന്നെ പോയിട്ട്. പിന്നെ അവിടെ അടിമാലിയിൽ 10 തൊട്ടിട്ട് 12 വരെയാണ് സ്കാനിങ്. ഞാൻ എൻ്റെ ഒരു സ്കാൻ ചെയ്യാൻ പോയതാട്ടോ, JC എന്ന് പറയുന്ന ഒരു സ്കാനിങ് സെൻ്ററാണ്. അപ്പോൾ അവിടെ പോയിട്ട് അമ്മച്ചിക്ക് സ്കാൻ ചെയ്യണം. അതുപോലെ വന്നിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. കാരണം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും അമ്മയ്ക്ക് ഉണ്ടാവില്ലെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരോഗ്യമായിട്ട് എപ്പോഴും ഇരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. കാരണം ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മയാണ്. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും അതെ. നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ ഒപ്പം ഉള്ളപ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സ്വർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വയ്യായിക വരിക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെയും നിങ്ങളെല്ലാവരും പറയും അമ്മയോടൊന്ന് റെസ്റ്റ് എടുക്ക്, ഇങ്ങനെ വെറുതെ ഓടി നടന്ന് പണി ചെയ്യരുതെന്ന് നിങ്ങളൊക്കെ പറയും. അമ്മ കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും പറയാം കേട്ടോ, റെസ്റ്റ് എടുക്കാൻ പറയാം. പൈസയൊക്കെ നമുക്ക് ഉണ്ടാവും, നമ്മൾ മനുഷ്യനുണ്ടാക്കുന്നതല്ലേ. നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ആരോഗ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മയോട് നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറയാം. നിങ്ങൾ പറയുമ്പം നിങ്ങളോടുള്ള ആ സ്നേഹത്തിൻ്റെ ഇതിൽ അമ്മ അതൊക്കെ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ. നാളെ ഞങ്ങൾ സ്കാനിങ്ങിന് പോവാം. പിന്നെ അമ്മയും കുഞ്ഞും അപ്പുറം കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഞാൻ ലിജിമോക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചതാണ്, ഗിഫ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മേടിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നാളെ സ്കാനിങ്ങും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകണമല്ലോ. അപ്പോൾ എമൗണ്ടൊക്കെ എങ്ങനെ ആവുമെന്ന് നോക്കിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക, അതാണ് പറയാനുള്ളത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും അസുഖമായിട്ട്, ഈ അമ്മമാരോട് പ്രത്യേകം പറയുകയാണ്, എന്തെങ്കിലും അസുഖവും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും അസുഖമൊക്കെ മാറ്റി വേഗം ഹോസ്പിറ്റലിലൊക്കെ പോകണം, അസുഖം മാറ്റണം, ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കിയാലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മളെ നോക്കി ഇനി വേറെ ആർക്കും നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഹോസ്പിറ്റലിലൊക്കെ പോയി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.